ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് വാഹനം നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ ചവിട്ടി നിർത്താതെ ന്യൂട്രൽ പൊസിഷനിൽ ഇടണമെന്ന് പറയുന്നത്, അതായത് ഗിയർ എന്തുകൊണ്ട് ന്യൂട്രൽ പൊസിഷനിൽ ഇടണം എന്ന് പറയുന്നതിൻ്റെ കാര്യം വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. അതായത് നമ്മുടെ വാഹനം, അതായത് ഒരു മാനുവൽ വാഹനത്തിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ക്ലച്ച് സിസ്റ്റം സിമ്പിളാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, പക്ഷേ കംപ്ലയിൻറ്റ് വരാൻ സിമ്പിളാണെന്ന് വെച്ചാൽ അതിലും സിമ്പിളാണ് കംപ്ലയിൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുത്തുന്നത്. നമ്മൾ ഓടിക്കുന്ന രീതി കൊണ്ടാകാം, നമ്മൾ ചെയ്യുന്ന രീതികൾ കൊണ്ടാകാം, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ വാഹനം നിർത്തിയിടുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ട്രാഫിക് സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷനിൽ ഇടണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഞാൻ സിമ്പിളായിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഈ വാഹനം ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയെന്ന് ഓർക്കുക. നമ്മൾ ഏകദേശം ഒരു 4th ഗിയർ അല്ലെങ്കിൽ 3rd ഗിയറിൽ വന്നു, ക്ലച്ച് ചവിട്ടി ഞാനിപ്പോൾ നിർത്തി. അതിനുശേഷം സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ക്ലച്ച് അപ്ലൈ ചെയ്ത് വാഹനം 1st ഗിയറിലിട്ട് ക്ലച്ച് ചവിട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ശരിക്കും ഇതൊരു തെറ്റായ രീതിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം 120 സെക്കൻഡ് 60 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓഫാക്കി ഇടുക, ന്യൂട്രൽ പൊസിഷനിൽ ഇടുക എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. വേണ്ട, 1st ഗിയറിൽ ഇട്ടോളൂ. 1st ഗിയറിൽ ഇട്ടതിന് ശേഷം വാഹനം ഓഫാക്കി ഇടുക എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഫ്യൂൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പൊല്യൂഷനും കാര്യങ്ങളൊന്നും വരാതെ, അതായത് പുറത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ കത്തിപ്പോകുന്നത് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം ഇതുപോലെ ട്രാഫിക്കിൽ കൊണ്ടിടുന്ന സമയത്ത് എന്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി നിർത്തല് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ക്ലച്ച് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ക്ലച്ച് ഡിസെൻഗേജ് ആകുകയാണ്. ക്ലച്ച് ഡിസെൻഗേജ് ആകുക എന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിംഗ് ആണ് നമ്മുടെ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിനെ ചെന്ന് പുഷ് ചെയ്യുന്നത്, അതായത് തള്ളി നിർത്തുന്നത്. അങ്ങനെ തള്ളി നിർത്തുന്ന സമയത്ത് അവിടെ നോർമലായിട്ട് ഹീറ്റ് ഉണ്ടാകും, അതായത് ചൂട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ്സ് സംഭവിക്കുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇങ്ങനെ കാലക്രമേണ നമ്മൾ യൂസ് ചെയ്ത് ക്ലച്ച് അപ്ലൈ ചെയ്ത് തന്നെ വെച്ചേക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഹാഫ് ക്ലച്ചും ഈ പറയുന്ന പോലെ നിർത്തിയിടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ക്ലച്ച് ചവിട്ടി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കല് എന്ന് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം. എവിടെയെങ്കിലും നിർത്തേണ്ടി വരികയാണെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്ത് വാഹനം ന്യൂട്രൽ പൊസിഷനിലോട്ട്, അതായത് നമ്മുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലോട്ടാക്കുക. എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തിക്കോളൂ. എത്ര നേരം വേണം നിങ്ങൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചു, ഒരു കുഴപ്പവും വരാനില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്ത് അവിടെ നിർത്തിക്കോളൂ, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഒരു കുഴപ്പവും വരാനില്ല. ഫ്രീ ആയിട്ടിരുന്ന് അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരത്തില്ല. പക്ഷേ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേടി കൊണ്ട് 1st ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് ചവിട്ടി ബ്രേക്കും ചവിട്ടി അങ്ങനെ നിൽക്കും. ചിലപ്പോൾ 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും അറിയാത്ത രീതിയിൽ അങ്ങനെ നിൽക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് സിസ്റ്റം ഒരുപാട് ഹീറ്റ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് വേറെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് ടൈറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രഷർ പ്ലേറ്റ് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ പെഡൽ ഭയങ്കര ഹാർഡായി പോകും. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും.